ഗുരുവാണ് ആദ്യം താലി ചാർത്തുന്നത്. ഞാൻ എൻ്റെ മകളെ ഞാനാണ് താലി ചാർത്തുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ പൂജയാണ് ജൽസ. അതിന് കുറച്ച് ചടങ്ങുകളുണ്ട്. നമ്മൾ പൂജകളും പിന്നെ കടലിൽ പോവും. നമ്മുടെ ഈ ഞങ്ങളുടെ ദൈവത്തിന് പൂജ ചെയ്യാനായിട്ട് പച്ച ഡ്രസ്സ്, പച്ച ശരീരം മൊത്തം പച്ച ബ്ലൗസ്, പച്ച പാവാട. ഗുരു മരിച്ചു കഴിഞ്ഞാൽ വിധവകളായ പോലെ വെള്ള സാരി കൊടുക്കണം. മരിച്ചു കഴിയുമ്പോഴും നമ്മളെ പണ്ടത്തെ ആചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുമ്പോൾ നമ്മളെ നടത്തിക്കൊണ്ട് പോയിട്ട് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകും. എല്ലാവരും ഇങ്ങനെ അത് ആരും കാണാത്ത സമയത്ത് കൊണ്ടുവന്ന് രാത്രിയാകുമ്പോൾ ചെരുപ്പിനടിക്കും, ഷൂലിനടിക്കും, തുപ്പും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഒരു ജന്മത്തിലേക്ക് തിരിച്ചു വരരുത്, മനസ്സിലായി? ഇനി നീ ഈ ഒരു ജന്മത്തിലേക്ക് ഇനിയൊരു ജന്മം ഉണ്ടാകരുത്, ഇങ്ങനൊരു ജന്മം. നമ്മളങ്ങനെ ഒരിക്കലും ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ പറയരുത്. എനിക്ക് ഗർഭമുണ്ടെന്ന് പറയരുത്, അല്ലെങ്കിൽ എനിക്ക് ഗർഭപാത്രം ഉണ്ടെന്ന് പറയരുത്. ഞങ്ങളുടെ ഇതിൽ പറയുന്നത് സ്ത്രീകളെ പൂജിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ സ്ത്രീ ആകാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ഒരു തപസ്യാണ്. മാം ആദ്യമായിട്ട് ഇതിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അനുഭവം? കോയമ്പത്തൂർ ഞാൻ ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാം ഷമേലിന് പോവാം. ഞങ്ങൾ ഷമേൽ എന്ന് പറയും. ഷമേൽ എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിന് ഇങ്ങനെ കാറ്ററിംഗ് സർവീസിന് പോകും. എൻ്റെ ഗുരുവൊക്കെ കാറ്ററിംഗ് സർവീസിനാണ് പോകുന്നത്. ഇടയ്ക്ക് പോകാം. എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ അവിടെ കിടന്ന സമയത്ത് അവർക്ക് അതിന് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ ബെഗിങ്ങിന് പോയിട്ടുണ്ട്. അപ്പം എന്നെ നോക്കണമല്ലോ. ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ കാശ് കൊടുക്കാതെ എന്നെ നോക്കേണ്ട ഉത്തരവാദിത്തം അവർക്കായതുകൊണ്ട് അവരുടെ കാശിനാണ് എന്നെ നോക്കേണ്ടത്. അങ്ങനെയുണ്ട്. ഗുരുവാണ് മകളുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. ഞങ്ങളുടെ ദായമ്മ ചെയ്ത കൈ അവരതീവ സുന്ദരികളായിരിക്കും. സ്ത്രീകളെ പോലും തോക്കുന്ന രീതിയിൽ അവർ രക്ഷപ്പെട്ടു തന്നു കഴിഞ്ഞാൽ അതീവ സുന്ദരിയായിരിക്കും. നമ്മൾ പറയുന്ന പോലെ അല്ലാത്ത ആ ഒരു പ്രത്യേക ഒരു അനുഗ്രഹമായിരിക്കും അവർക്ക്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാറില്ല. അത് കഴിഞ്ഞ് 41 ദിവസം കഴിയുമ്പോൾ 41 ദിവസം ഇരിക്കും. ഇപ്പം നമ്മുടെ കേരളത്തിൽ അവിടെ 41 ദിവസം കഴിഞ്ഞ് ഇവിടെ 12 ദിവസം ആകുമ്പം നമ്മൾ കുളിപ്പിക്കും. ഒരു പെൺകുട്ടിയെ കുളിപ്പിക്കുന്ന പോലെ മഞ്ഞൾ തേച്ച്, ശരീരം മൊത്തം മഞ്ഞൾ തേച്ച്, തലയിൽ എണ്ണ പൊത്തി, അങ്ങനെ എല്ലാം മധുരം കൊടുത്ത്, പൂജയെടുത്ത്, ആരതി എടുത്ത് അവരെ കുളിപ്പിക്കുന്ന 12ാം തണ്ണി എന്ന് പറയും. 12ാമത്തെ ദിവസം കുളിപ്പിക്കുന്നത്. 21 ദിവസം കുളിപ്പിക്കുന്നവരുണ്ട്. പിറ്റേന്ന് 41ാമത്തെ ദിവസമാണ് ജൽസ നടക്കുന്നത്. ജൽസ എന്ന് പറയുമ്പോൾ, ജൽസ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറി സുമംഗലിയായി ഗുരുമകളെ ചേലെ താലി കെട്ടും. ഇപ്പം ഞാൻ ഈ ഇട്ട സിന്ദൂരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരു എന്നെ താലി കെട്ടി എൻ്റെ ജൽസ നടത്തിയതുകൊണ്ടാണ്. പലരും ചോദിക്കും, പല ട്രാൻസ് വുമൺസും ഈ സിന്ദൂരം എന്തുകൊണ്ടെന്ന്. സർജറി കഴിഞ്ഞവർ ഗുരുവാണ് ആദ്യം താലി ചാർത്തുന്നത്. ഞാൻ എൻ്റെ മകളെ ഞാനാണ് താലി ചാർത്തുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ പൂജയാണ് ജൽസ. അതിന് കുറച്ച് ചടങ്ങുകളുണ്ട്. നമ്മൾ പൂജകളും പിന്നെ കടലിൽ പോവും. നമ്മുടെ ഈ ഞങ്ങളുടെ ദൈവത്തിന് പൂജ ചെയ്യാനായിട്ട് പച്ച ഡ്രസ്സ്, പച്ച ശരീരം മൊത്തം പച്ച ബ്ലൗസ്, പച്ച പാവാട, ഇതെല്ലാം ചെയ്ത് പൂമുടിയിൽ പൂ ചൂടി, കയ്യിൽ പൂ ചൂടി, കാലിൽ പൂ ചൂടി, എന്നിട്ട് അവരെ പൂജ ചെയ്യിപ്പിക്കും. പൂജ ചെയ്യുന്ന സമയത്ത് ദേവിയെ കാണിക്കത്തില്ല, ദേവിയെ കാണാൻ പാടില്ല. അവരെ കൊണ്ടുവന്ന് പൂജ ചെയ്യും. തലയിൽ തുണിയിട്ടേക്കും, ആരെയും കാണിക്കത്തില്ല. തലയിൽ തുണിയിട്ട് ഞങ്ങളെല്ലാം കൂടെ അവർക്ക് പൂജ ചെയ്ത് എല്ലാം ചെയ്ത് പാൽക്കുടമുണ്ട്, ഒരു പാൽക്കുടം, കുടത്തിനകത്ത് പാല് നിറച്ച് പാൽക്കുടത്തിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഇടുന്നുണ്ട്. പൂജയുടെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ട് ഞങ്ങൾ കുറേ ദേവിക്ക് ചെയ്യുന്ന കുറേ ഇതുണ്ട്, മധുര പലഹാരങ്ങളും അങ്ങനെയുള്ള കുറേ കരിമ്പ്, അങ്ങനെയെല്ലാം ഞങ്ങളുടെ ദേവിക്ക് ചെയ്യുന്ന ഒരു പൂജയുണ്ട്. മാതാ പൂജ എന്ന് പറയും, ഞങ്ങളുടെ മാതയുടെ പൂജ. ആ പൂജ ആദ്യത്തെ പൂജയ്ക്ക് ഇവരെ വെളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പാൽക്കുടമുണ്ട്. പാൽക്കുടം തലയിൽ വെച്ചിട്ട് കറക്കി അപ്പോൾ അത് കടലിൽ കൊണ്ടൊഴിച്ചിട്ട് കടലിനെയാണ് ആദ്യം ഈ ഭാഗം കാണിക്കുന്നത്. ആദ്യം ഗംഗയ്ക്ക് പൂജ ചെയ്തിട്ട് ഗംഗ ആരതി ചെയ്തിട്ടാണ് ആദ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മരത്തിനെ കാണിക്കും. ഒരു മരത്തിനെയാണ് കാണിക്കുന്നത് ഇങ്ങനെ. അത് കഴിഞ്ഞ് കറുത്ത പട്ടിയെ കാണിക്കും. കറുത്ത പട്ടിയാണ് ദർശനം കാണിക്കുന്നത്. ആ മരം കരിഞ്ഞു പോവും, അങ്ങനെയുള്ളതാണ്. ആ പട്ടി മരിച്ചു പോവും. ഇത് കാണുന്ന പട്ടി മരിച്ചു പോവും. പട്ടികൾക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ പട്ടികൾ ഓടിപ്പോവും.
പട്ടികൾക്ക് അവർക്ക് പറയത്തില്ല, ഒരു സെൻസ് ഉണ്ടെന്ന് പറയത്തില്ലേ. അപ്പോൾ നമ്മൾ അവരെ കാണിക്കണം. അത് കാണിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പൂജയൊക്കെ. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ പട്ടികളെ ആ സമയത്ത് കാണാൻ പറ്റാത്തവർ ഈ ജൽസ കഴിഞ്ഞിട്ട് കാണിക്കുന്നവരുണ്ട്. ജൽസ കറുത്ത പട്ടിയാണ് കാണിക്കുന്നത്, ജൽസാണ്. എന്നിട്ട് പൂജ ചെയ്യുമ്പോൾ ദേവിയെ കാണിക്കും. ആദ്യം കണ്ണാടി കൂടെ ദേവിയെ കാണും. അത് സുമംഗലിയാക്കും. കല്യാണ പെണ്ണിനെ പോലെ സുമംഗലിയാക്കി പട്ടുസാരിയൊക്കെ ഉടുത്ത് അതീവ സുന്ദരിയാക്കി. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമാണ് ജൽസ. ആ ജൽസ, ആ സാരി, സാരിക്ക് അതിന് ഇതുണ്ട്. മരണം വരെ നമ്മുടെ കൂടെ നിൽക്കണം, വെക്കണമെന്നാണ്. മരിക്കുമ്പോൾ അത് നമ്മുടെ മരണത്തിൽ നമ്മുടെ കൂടെ ആ സാരി ഇടും. അതേപോലെ തന്നെ ലച്ചയുണ്ട്. ലച്ച എന്ന് പറഞ്ഞാൽ താലി കെട്ടുന്ന, അതും നമ്മൾ സൂക്ഷിച്ച് വെക്കണം. മരിക്കുമ്പോൾ അത് നമ്മളതിനകത്ത് ഇടും. അപ്പം ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ മക്കളും അതേപോലെ അതെല്ലാം ഞാൻ കെട്ടിയ ലച്ചയെല്ലാം പൊട്ടിച്ച് എൻ്റെ കുഴിമാടത്തിൽ ഇടണമെന്നുള്ളതാണ്. വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്, അതൊക്കെ വരെ കുറേ ചടങ്ങുകളുണ്ട്. വെള്ള വസ്ത്രം ധരിച്ച് കുറേ ദിവസം ഇരുന്നിട്ട് പിന്നെ വേറൊരു ഞങ്ങളുടെ സൗക്കൻ വന്നിട്ട് അവർക്ക് ഡ്രസ്സൊക്കെ ഇട്ട് അവരെ വളകളൊക്കെ ഇടിയിപ്പിച്ച് അവരെ സിന്ദൂരം അണിയിപ്പിച്ച് അവരെ ഈ ഒരു ചടങ്ങ് നമ്മൾ വിധവകളാവത്തില്ലേ. ഇതിപ്പോൾ ഗുരു മരിച്ചു കഴിഞ്ഞാൽ വിധവകളായ പോലെ വെള്ളസാരി കൊടുക്കണം. മരിച്ചു കഴിയുമ്പോഴും നമ്മളെ പണ്ടത്തെ ആചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുമ്പോൾ നമ്മളെ നടത്തിക്കൊണ്ട് പോയിട്ട് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകും. എല്ലാവരും ഇങ്ങനെ, അത് ആരും കാണാത്ത സമയത്ത് കൊണ്ടുപോകുന്നത്. രാത്രിയാകുമ്പോൾ ചെരുപ്പിനടിക്കും, ചൂലിനടിക്കും, തുപ്പും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഒരു ജന്മത്തിലേക്ക് തിരിച്ചു വരരുത്, മനസ്സിലായി. ഇനി നീ ഈ ഒരു ജന്മത്തിലേക്ക് ഇനിയൊരു ജന്മം ഉണ്ടാകരുത്, ഇങ്ങനൊരു ജന്മം. അങ്ങനെയാണ് അവരെ അടക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു ജീവിതം നമുക്ക് കാണുന്നവർക്ക് അറിയത്തുള്ളൂ ഈ ജീവിതം. പക്ഷേ ഈ അനുഭവിക്കുന്നവർക്കാണ് ആ ജീവിതം എന്താണെന്ന് മനസ്സിലാവുന്നത്. മറ്റുള്ളവർക്ക് വന്ന് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ, ഒരു കമൻ്റ് ഇടുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴത്തേക്ക് അവരിട്ടിട്ട് പോകും. പക്ഷെ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഭയങ്കരമാണ്. പക്ഷെ ഇപ്പോൾ കുറേ നാൾ കൊണ്ട് ഇല്ലാതെ ഭയങ്കര ചേർത്ത് നിർത്തിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് വന്നിട്ട് കുറേ കാണിക്കുന്നതിൻ്റെ കമൻറ്റുകളൊക്കെ ഞങ്ങൾ കുറേ പേര് അനുഭവിക്കുന്നുണ്ട്. ആ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഈ ജീവിതം അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. അല്ല ഒരു ദിവസം കൊണ്ട് വന്ന് സാരി എടുത്ത് റോഡിലോട്ട് വന്ന് സെലിബ്രിറ്റി ആയി കഴിഞ്ഞിട്ട് എല്ലാവരെയും അല്ല, ചില മനുഷ്യരെ അവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് അവർ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സെലിബ്രിറ്റി ആയിട്ടുള്ള ഞങ്ങളെ കുറേ കുട്ടികളുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ജേർണലിസ്റ്റ് ഉണ്ട്, അതേപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ പൊതുസമൂഹത്തിൽ പോയി ഇടപെടുമ്പോൾ ഇവരെ പറ്റിയൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. ചിലർ പറയും നമുക്ക് ഗർഭമുണ്ടെന്ന് പറയും, ചിലർ പറയും ഞാൻ പ്രസവിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഒരിക്കലുമില്ല. നമ്മളങ്ങനെ ഒരിക്കലും ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ പറയരുത്. എനിക്ക് ഗർഭമുണ്ടെന്ന് പറയരുത്, അല്ലെങ്കിൽ എനിക്ക് ഗർഭപാത്രം ഉണ്ടെന്ന് പറയരുത്. ഞങ്ങളുടെ ഇതിൽ പറയുന്നത് സ്ത്രീകളെ പൂജിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ സ്ത്രീ ആവാൻ ആഗ്രഹിക്കുമ്പോൾ, ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു തപസ്യയാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരിക്കലും നമുക്ക് ഈ ഒരു രീതിയിലേക്ക് വരുന്നില്ല. നമ്മൾ അത്ര ആഗ്രഹിക്കണം. നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചാലേ നമ്മൾ അത്രത്തോളം മാറത്തുള്ളൂ. എൻ്റെയൊക്കെ പഴയ ഫോട്ടോ ഉണ്ട്, പലരും സോഷ്യൽ മീഡിയ എടുത്ത് പൊങ്കാല ഇടാറുണ്ട്. ആ ഫോട്ടോയൊക്കെ കാണുമ്പോൾ അറിയാം അതെങ്ങനെയാണ് നമ്മളിങ്ങനെയാണ്. വെറുതെ നമുക്ക് സർജറി ചെയ്തു ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ ഒരു ചിട്ടകളിൽ നമ്മൾ ജീവിക്കണം. അത് ഗുരു നമുക്ക് പഠിപ്പിച്ചു തരും. സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ നമ്മളെ കാല് രണ്ടും കൂടെ അകത്തിയ കിടത്തുന്നത്. കാല് തറയിൽ ഇങ്ങനെ കാലകത്തി കിടത്തും. അകത്തി കിടത്തിട്ട് കുറേ ദിവസം കഴിഞ്ഞ് നമുക്ക് മൂത്രം ഒഴിക്കാൻ നേരത്ത് ബാത്റൂം അവർ അടച്ചിടും. ചിലപ്പോൾ 2 മണിക്കൂർ, 1 മണിക്കൂർ. കാരണം നമ്മളൊരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പൊതുവിടത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ശീലങ്ങളാണ് നമ്മളെ ഒരു ഗുരുവിൻ്റെ കടമയാണിത്. ഇതൊക്കെ ഒരു സ്ത്രീയായിട്ട് നമ്മളെ കൂട്ടത്തിലേക്ക് വരുമ്പോൾ അവരെ നമ്മൾ അതെല്ലാം പറഞ്ഞു എടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് ഓരോ ചിട്ടകളുണ്ട്. ഇങ്ങനെ സംസാരിക്കുമ്പം സൗണ്ട് താഴ്ത്തി സംസാരിക്കാൻ, ഒച്ചയിൽ സംസാരിക്കാതെ, പൊതുയിടത്തിൽ പോകുമ്പോൾ ഇടുന്ന മാന്യമായ ഡ്രസ്സ് ഇടുക. ഡ്രസ്സ് നമ്മൾ വൾഗറായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ ഗുരുക്കന്മാരാണെങ്കിൽ അടിക്കും. കാരണം കേരളത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് അവർ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഈ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അടി കൊടുക്കും. മാന്യമായ വസ്ത്രം ധരിക്കാൻ മാത്രമേ സമ്മതിക്കത്തുള്ളൂ. എക്സ്പോസ് ചെയ്യുന്നതൊന്നും അവർ ഈ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ സമ്മതിക്കത്തില്ല. കാരണം ഒരു സ്ത്രീ എങ്ങനെയാണോ ആ സ്ത്രീയെ പോലെ ജീവിക്കാനാണ് അവർ, ആ സ്ത്രീയായിട്ട് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ
കൈയടിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ ട്രെയിനിൽ കൈയടിക്കാനും പിന്നെ സെക്സ് വർക്കിനും ഈ സ്പോട്ടുകളിലൊക്കെ പോകുമ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഷകളുണ്ട്. കോത്തി ഭാഷ അവിടെയാണ് ഞങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു പ്രശ്നക്കാരൻ വരുമ്പോൾ പറയും, ഇപ്പം നിങ്ങൾ പ്രശ്നക്കാരായിട്ട് ഞാൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ നിൽക്കുന്നു, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അവരുടെ പോയിട്ടുണ്ടാവും, അപ്പോൾ അവരെ അത്രയും നിങ്ങൾ ബുദ്ധിമുട്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒരു ജീവിക്കാൻ വേണ്ടി തെരുവിലേക്ക് പോയി നിൽക്കുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരാണ് വരുന്നത്. പിച്ചും മാന്തും അടിക്കും പല രീതിയിൽ. കാരണം അവർ കാശ് കൊടുക്കുമ്പോൾ അത് മുതലാക്കിയിട്ടാണ് പോകുന്നത്. അല്ലാതെ പലരും പറയും ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി റോഡിലിട്ട് പോയി നിൽക്കുകയാണെന്ന് പറയും. അപ്പോൾ പറയും ഈ ആൾ ശരിയല്ല എന്ന് പറയാനുള്ളൊരു ഭാഷയുണ്ട്. അതാണ് ഞങ്ങളുടെ കോത്തി ഭാഷ എന്ന് പറഞ്ഞാൽ, ലിപി ഇല്ലാത്ത ഭാഷ എന്ന് പറഞ്ഞാൽ. ഇതിന് വേണ്ടിയിട്ടാണ്, സ്വയരക്ഷയ്ക്ക് വേണ്ടി. അന്നത്തെ സമയത്ത് പോലീസ് വന്ന പ്രശ്നമുള്ളതുണ്ട്. പോലീസ് വരുമ്പോൾ അടിച്ചോടിക്കുമായിരുന്നു. പോലീസ് വരുമ്പോഴത്തേക്ക് ദൂരെ നിന്ന് വരുമ്പോഴേ പോലീസ് വരുന്ന പറയും ഓടും. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഓരോരുത്തരത്ത് പോകുമ്പോൾ ഇപ്പം നിങ്ങൾ അവർക്കൊരു 1000 രൂപ കൊടുത്തു, അപ്പോൾ എനിക്കതറിയാം. അപ്പോൾ അവരോട് പറയും ആൾക്ക് 1000 രൂപയാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയും, ബടുമ എന്ന് പറയും. ഒരു ഭാഷയുണ്ട് അതിന്, ബടുമ. പാണ്ടിഗിരി, ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, പാനി, 1 പാനി, 2 പാനി എന്ന് പറഞ്ഞാൽ 10 രൂപ, 20 രൂപ, 3 പാനി, അങ്ങനെ ഒരു മൊത്തമുണ്ട്. അപ്പം പിന്നെ പോലീസ് സ്റ്റേഷനൊരു പേരുണ്ട്, അപ്പം പോലീസിനൊരു പേരുണ്ട്. അത് ഈ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ എല്ലാം കേരളത്തിന് വെളിയിൽ ഇപ്പോഴും ഇതൊക്കെ തന്നെയുണ്ട്. കുറേ പേര് അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും അത് മാറി നിൽക്കാൻ പറ്റും. കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഗുരു ആ ഒരു സമുദായവും മാവട്ടങ്ങളും ആചാരവും അനുസരിച്ച് ഇപ്പോഴും പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഈ രീതി മാറ്റും. എൻ്റെ മക്കളോട് ആ ചിറ്റൽ ജീവിക്കാൻ, ആ സമുദായത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ഗുരുവല്ല എനിക്ക് പ്രശ്നം തരും. എനിക്ക് മുകളിലൊരു ഗുരു ഉണ്ടാവുമല്ലോ, അവരുടെ മുകളിലുണ്ടാവുമല്ലോ. അപ്പം എൻ്റെ മക്കൾ പോയി കഴിഞ്ഞാൽ ആദ്യം അവർ തരുന്നത് എനിക്കാണ്. നീ നിൻ്റെ മക്കളെ ഇങ്ങനെ നിർത്തുമെന്ന് പറയുമ്പോൾ അതിനുള്ള ദണ്ടുണ്ടാവും. അങ്ങനെയുള്ള ഭയങ്കര ചിട്ടയോടുകൂടിയാണ് ഈ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാം ആദ്യമായിട്ട് ഇതിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അനുഭവം? ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോട് വെച്ച് ജയിലിലായി, വീട്ടിലും പോയി. അപ്പം ഞാൻ ഹോട്ടലിൽ GM ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്. ഒരു 65,000 to 70,000 ഞാൻ ഹോട്ടലിൽ കന്യാകുമാരിയിലെ ഒരു റിസോർട്ടിൽ GM ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങളുടെ ഫംഗ്ഷന് ഞാൻ കോഴിക്കോട് പോയത്. ആ സമയത്താണ് അപ്പം ഈ ജോലി പോയി. അപ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാമിന് മാത്രം ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാരാണ്. കാരണം കേരളത്തിൽ അങ്ങനെയാണ്, നമുക്ക് ജോലിയുണ്ട്. ജോലിയിൽ ഒരിക്കലും ഒരു സ്ത്രീ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജോലി എടുത്തില്ല. ഞാൻ ഹോട്ടൽ മാനേജറും PG ഒക്കെ കഴിഞ്ഞതാണ്. ഞാൻ കേരളത്തിന് വെളിയിൽ ഡെറാദൂണിലാണ് പഠിച്ചത്. കാരണം കേരളത്തിൽ പഠിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേരളത്തിന് വെളിയിൽ പോയെന്ന് പറഞ്ഞാൽ പാർട്ടിപരമായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായി, അങ്ങനെ പോയതാണ്. കാരണം KSUവിൻ്റെ ഇതൊക്കെ പ്രശ്നമായിട്ട് നിന്ന് പാർട്ടി പ്രവർത്തിച്ചപ്പോൾ പിന്നെ അവിടെ SN കോളേജിലായിരുന്നു, പുനലൂർ SN കോളേജിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായത് കാരണം അങ്ങ് പോയതാണ്. അങ്ങനെ അവിടെ പോയി അവിടെ ജീവിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പം പെട്ടെന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നു. ജോലി പോകുന്നു, വീട്ടിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ പോകണ്ട, അമ്മ പറഞ്ഞു, വീട്ടിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വരരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? കയ്യിൽ കുറച്ച് കാശുണ്ട്, ഇനി ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങോട്ട് പോയി? ഞാൻ ആൾറെഡി പറഞ്ഞിട്ട് കുറച്ച് കാര്യം പറഞ്ഞില്ല, ഇത് പറഞ്ഞു വരുന്നൊരു ഭാഗത്ത്. പിന്നെ എൻ്റെ ഞങ്ങളുടെ കൂടെ ഒരു ഡാൻസ് മാഷുണ്ട്. അവരുടെ ഡാൻസിൻ്റെ ഷോപ്പിൻ്റെ ഒരു ഗോഡൗണിൽ, ഡ്രസ്സുകൾ ഇടുന്ന ഒരു ഗോഡൗൺ റൂമിൽ ഇങ്ങനെ അവിടെ കുറച്ച് നാൾ താമസിച്ചു. ബാത്റൂം ഒന്നുമില്ല, അവർ വരുമ്പോഴാണ് രാവിലെ ബാത്റൂമിൽ പോകുന്നത്. പിന്നെ അവിടുന്ന് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഒരു 2-3 മാസത്തോളം അവിടെ താമസിച്ചു. അപ്പം പിന്നെ ഞങ്ങൾ കമ്മ്യൂണിറ്റിയായിട്ട് ഭയങ്കരമായിട്ട് കണക്ഷനുണ്ട്, കുറേ പേരുമായിട്ട് കണക്ഷനുണ്ട്. നമ്മുടെ അനന്യയിൽ, മരിച്ചുപോയ അനന്യ ഞാനും ഉണ്ട്. അപ്പം അനന്യ അപ്പോൾ കോയമ്പത്തൂർ ഞാൻ അന്യയെ കോണ്ടാക്ട് ചെയ്തു. എനിക്ക് അന്യ ഇപ്പോൾ അവിടെ ഉണ്ട്, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തുള്ള പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അനന്യയാണ് എന്നെ കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ പോയി ഒരു ഗുരുവിൻ്റെ മകളായി ചേലയായിട്ട് അവിടെ ഞങ്ങൾ ജീവിച്ചു. പക്ഷെ അവിടുത്തെ എൻ്റെ ഗുരുവൊക്കെ ഞങ്ങളെ സെക്സ് വർക്കിനോ ബെഗ്ഗിങ്ങിനോ ഒന്നും വിട്ടിട്ടില്ല. കാരണം എൻ്റെ സിറ്റുവേഷൻ അവർക്കറിയാമായിരുന്നു. അനന്യായാലും കുറച്ച് അവൾ ഫാഷൻ ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ഫൈനാൻഷ്യലായിട്ട് ഞങ്ങൾ വേറെ വീടെടുത്ത് അവിടെ താമസിക്കുക. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ബെഗ്ഗിങ്ങിനും സെക്സ് വർക്കിനും പിന്നെ ഹമാമുണ്ട്. ഹമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ആൾക്കാർക്ക് സെക്സ് വർക്കിന് വേണ്ടിയിട്ട് വരാനുള്ള സ്ഥലമാണ്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു ഹമാം ഉണ്ടാവും. അവിടെ ആൾക്കാർ വരും, രാത്രിയിൽ വരും. അപ്പോൾ അവർ വന്നിട്ട് ഇത്ര ആൾക്കാർ, ഓരോ ആൾക്കാർ ചോദിച്ചു. ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എല്ലാം അവർ ഒരു നൈറ്റ് മൊത്തമായിട്ട് ഇങ്ങനെ പല ആൾക്കാരും വരുന്ന സ്ഥലമാണ് ഹമാം. അവിടെ ഈ അങ്ങനെ അത് പക്ഷേ വളരെ കുറവാണ് കോയമ്പത്തൂർ. ഞാൻ ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാം ഷമേലിന് പോവുക. ഞങ്ങൾ ഷമേൽ എന്ന് പറയും. ഷമേൽ എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിന് ഇങ്ങനെ കാറ്ററിംഗ് സർവീസിന് പോവുക. എൻ്റെ ഗുരുവൊക്കെ കാറ്ററിംഗ് സർവീസിനാണ് പോകുന്നത്. ഇടയ്ക്ക് പോകാൻ എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ അവിടെ കിടന്ന സമയത്ത് അവർക്ക് അതിന് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ ബെഗിങ്ങിന് പോയിട്ടുണ്ട്. അപ്പം എന്നെ നോക്കണമല്ലോ. ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ കാശ് കൊടുക്കാതെ എന്നെ നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കായതുകൊണ്ട് അവരുടെ കാശിനാണ് എന്നെ നോക്കേണ്ടത്. അങ്ങനെയുണ്ട്. ഗുരുവാണ് മകളുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്.